ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഈ വർഷത്തെ ഒടുവിലത്തെ ഞായറാഴ്ചയാണ്. 52 ആഴ്ചകളുള്ളതിൽ അവസാനത്തെ ഞായറാഴ്ചയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം 10 മാസം ഒരുമിച്ചിങ്ങനെ കൂടി വരാൻ കഴിയാതെ പല സ്ഥലങ്ങളിലും നമ്മൾ ഭവനങ്ങളിലായിരുന്നു. പക്ഷേ അവിടെയൊക്കെയും കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു വിടുവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കാലം നമ്മൾ ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് വരാനിടയായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ നന്ദിയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് നമുക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ആരാധനയെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ആരാധന? വാട്ട് ഈസ് വർഷിപ്പ്? അല്ലേ? പിതാവായ ദൈവം സത്യനമസ്കാരികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ഇന്ന് ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സ്തോത്രയാഗം. സ്തോത്രം എങ്ങനെ ഒരു യാഗമായി അർപ്പിക്കാൻ കഴിയും? പലപ്പോഴും നമുക്ക് അധരബലം എന്ന സ്തോത്രയാഗം, അധരം കൊണ്ട് കുറേ സ്തുതിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അത് മാത്രമാണോ? ഞാൻ രാവിലത്തെ സർവീസ് പറഞ്ഞു, ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ് കംസ് ഫ്രം എ ഹംബിൾ ഹാർട്ട് ദാറ്റ് ഹാസ് ബീൻ പ്യൂരിഫൈഡ് ബൈ ഫയർ. ജീവിതത്തിൽ പലപ്പോഴും നാം കടന്നു പോകേണ്ടി വന്ന, നാം അഭിമുഖീകരിച്ച ചില പ്രയാസങ്ങൾ, അത് ശരിക്കും ഒരു തീയിലൂടെ കടന്നുപോയി പൊന്നുപോലെ ശോധന കഴിക്കപ്പെടുകയായിരുന്നു എന്ന് എത്ര പേർക്ക് മനസ്സിലായി? അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, ഇറ്റ് റൈസസ് ഫ്രം എ സ്പിരിറ്റ് that has chosen to honor God in spite of the pain that life is causing. ജീവിതം നമുക്ക് ഒത്തിരി വേദന തരുന്നുണ്ട് പ്രിയപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കങ്ങനെ വേദനയൊന്നുമില്ല, കഴിഞ്ഞ ഈ 20-ൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേദനകളൊന്നും ദൈവം തന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. എനിക്കൊരു വേദനയില്ലായിരുന്നു. ഇല്ല പ്രിയപ്പെട്ടവർ, ജീവിതം നമുക്ക് ഒരുപാട് വേദന തന്നിട്ടുണ്ട്, തരുന്നുണ്ട്, അല്ലേ? അത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ വാട്ട് വി ആർ ഗോയിങ് ത്രൂ, ആ വേദനകളിലൂടെ ദൈവം നമ്മളെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശുദ്ധീകരിക്കുക, അല്ലേ? ആ തീയിലൂടെ ആ പൊന്ന് കടന്നു പോയെങ്കിലേ അത് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ചില കഷ്ടത, ചില കഠിന ശോധനയിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുന്നതിലൂടെ നമ്മളെ അവൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് താഴ്മയോടുകൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതി സ്തോത്ര ആരാധന, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. 51-ാം സങ്കീർത്തനത്തിലൊരു മനോഹരമായൊരു വാക്യമുണ്ട്. Psalm 51, 16 17 വാക്യം. 51-ാം സങ്കീർത്തനം Psalm 51, 16 and 17. ആ വാക്യം എന്താണെന്നറിയാമോ? ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവും ഇല്ല. പക്ഷെ അടുത്ത വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല, അല്ലേ? അവിടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്, ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ട് ലോർഡ് യു വിൽ നോട്ട് ഡിസ്പൈസ്. അപ്പോൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രം, സ്തുതി, അത് ദൈവം നിരസിക്കുകയില്ല. എൻ്റെ അർത്ഥം ദൈവം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ പ്രൈസസ് ടു കം ഫ്രം സച്ച് ഹാർട്ട്സ്. ഇന്ന് പലപ്പോഴും നമുക്ക് ജീവിതത്തിലൊരു തകർച്ചയില്ലാതെ, നമ്മുടെ ഹൃദയത്തിനൊരു തകർച്ചയില്ലാതെ, നമ്മൾ വളരെ അഹങ്കാരത്തിലും വളരെ ഈ പറഞ്ഞ പോലെ വിത്ത് പ്രൈഡ്, അല്ലേ, നമ്മൾ ദൈവസന്നിധിയിൽ വന്നാൽ തീർച്ചയായിട്ടും ആ സ്തോത്രം അല്ലെങ്കിൽ ഒരു യാഗമായിട്ട് ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല. നമുക്ക് ഈ 116-ാം സങ്കീർത്തനം 17-ാം വാക്യം, 116-ാം സങ്കീർത്തനം 17-ാം വാക്യം, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ സ്തോത്രയാഗം അർപ്പിക്കണം. ഇനി അത് എബ്രായർ 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണമെന്നാണ്. കണ്ടിന്യൂസ്ലി, കോൺസ്റ്റൻ്റ്ലി അർപ്പിക്കണമെന്നാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ കുറിവാക്യമായി വായിച്ചൊരു വാക്യം ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യമായിരുന്നു. നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന്. വാട്ട് ഈസ് ദ ഗുഡ്, പ്ലീസിങ് ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പുതുക്കണമെന്നാണ് കണ്ടത്. വീണ്ടും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചൊരു കാര്യം, Father God is looking down for true worshippers who will worship Him in spirit and in truth. പിതാവായ ദൈവം സത്യനമസ്കാരികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതും
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യാരാധകർ. അപ്പം ദൈവത്തെ സംബന്ധിച്ചോളം ഇറ്റ്സ് ദ ഫാദേഴ്സ് പ്രയോറിറ്റി. ആരാധന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഫാദേഴ്സ് പ്രയോറിറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇറ്റ് ഷുഡ് ബി അവർ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓൾസോ, അല്ലേ? പിതാവ് ആരാധകരെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വവും അവനെ ആരാധിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ ആരാധനയിലൂടെ ശരിക്കും പറഞ്ഞാൽ വി ഡിക്ലെയർ ഇൻ ഹൂം വി ബിലീവ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ പരസ്യമാക്കുകയാണ് നമ്മുടെ ആരാധനയിലൂടെ. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ ഫെയ്ത്ത് ആൻഡ് അവർ സബ്മിഷൻ ടു ഗോഡ്. നമ്മുടെ വിശ്വാസം എന്തെന്നും നമ്മൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതും കൂടിയാണ് ആരാധന. അപ്പോൾ എന്താണ് ആരാധന? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരാധനയെപ്പറ്റി ഒത്തിരി തെറ്റായിട്ട് ഒത്തിരി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ദൈവം നമ്മളെ ഒന്ന് തിരുത്തുകയായിരുന്നു. ദ ആക്ട് ഓഫ് വർഷിപ്പ്, അതിനാണ് ഒത്തിരി പ്രാധാന്യം നമ്മളോട്. നമ്മൾ പാടുന്നു, നമ്മൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കൈയടിക്കുന്നു, ആടുന്നു. ഇതൊക്കെയാണ് ആക്ട് ഓഫ് വർഷിപ്പ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ദാറ്റ്സ് ഓക്കെ, ദർ ഇസ് ദൻ ആക്ട് ഓഫ് വർഷിപ്പ്. ബട്ട് വാട്ട് അബൌട്ട് ദ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്, അല്ലെങ്കിൽ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്? നമ്മൾ ഈ ആക്ട് ആൻഡ് എക്സ്പ്രഷനാണ് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത്. ബട്ട് വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ്? ഏത് ഹൃദയത്തിൽ നിന്നാണ് ഈ ആരാധന വരുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ വീണ്ടും കണ്ടു, എന്താണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ഇത് ആരാണ് ഈ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കാര്യം. കൈനും ഹാബേലും രണ്ടുപേരും വഴിപാട് കൊണ്ടുവന്നു. ഒരാളുടേത് എടുത്തു, ഒരാളുടെ എടുത്തില്ല. അതിന് കാരണം പറഞ്ഞു, ഹാബേലിലും അവൻ്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചു, കൈനിലും അവൻ്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചില്ല. അതിൻ്റെ അർത്ഥം വാട്ട് ടൈപ്പ് ഓഫ് ഓഫറിംഗ് എന്നുള്ളതല്ല കാര്യം, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആർ യു, ദാറ്റ് കൗണ്ട്സ്, അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ഓഫറിംഗ് യു ബ്രിങ്, that's secondary. What kind of person are you? That is primary. ഇന്ന് ലോകം കാണുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഓഫറിങ്. ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആരാധന, ഇവിടെ നല്ല പാട്ടും നല്ലൊരു നമ്മൾ ഭയങ്കര ആവേശത്തിൽ, ഇന്നത്തെ ആരാധന ഭയങ്കരമായിരുന്നു കേട്ടോ, ഇന്ന് ആരാധന അടിപൊളിയായിരുന്നു, എനിക്ക് സത്യം രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. ദാറ്റ് വാസ് ഓൺലി എൻ ഇമോഷണൽ ആക്ട് ഓഫ് വർഷിപ്പ്. പക്ഷേ ശരിക്കും ഗോഡ് ഈസ് ലുക്കിംഗ് ഫ്രം വിച്ച് ഹാർട്ട് ഈസ് ദിസ് കമ്മിങ്? ഏത് ഹൃദയത്തിൽ നിന്നാണ് ഇത് വരുന്നത്? അതാണ് ദൈവം നോക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയം, അകത്തെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. ഇനി ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് കൊണ്ടാണ് ആത്മാവാം ദൈവത്തെ പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കേണ്ടത്, അല്ലേ? അവർ സ്പിരിറ്റ് ഷുഡ് വർഷിപ്പ് ഗോഡ് ദ സ്പിരിറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പലരും ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആവേശം കാണിക്കും. അല്ല, അവിടെ ചെറിയ എസ് ആണ് ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവാണ് ആത്മാവാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ആരാധനയിൽ നമ്മുടെ ശരീരം വേണം, നമ്മുടെ മനസ്സ് വേണം, നമ്മുടെ ഇൻ്റലക്റ്റ് വേണം, നമ്മുടെ ഇമോഷൻസ് വേണം, നമ്മുടെ വിൽ വേണം, അതെല്ലാം ഉണ്ട്. മൈ സോൾ ആൻഡ് മൈ ബോഡി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് വർഷിപ്പ്. പക്ഷേ ആത്യന്തികമായിട്ട് മൈ സ്പിരിറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവാം ദൈവത്തോട് ചേരണം. അതാണ് ആരാധനയിൽ നടക്കേണ്ട പ്രിയപ്പെട്ടവരെ. 2, സത്യത്തിലുള്ള ആരാധന. എന്താണ് സത്യത്തിലുള്ള ആരാധന? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് വർഷിപ്പ് ഇൻ ട്രൂത്ത്? വേറൊന്നുമല്ല, the degree of revelation which we have of God from the word, that much depth of worship. എത്രത്തോളം ദൈവത്തെക്കുറിച്ച് നമുക്കൊരു വെളിപ്പാടുണ്ടാവുന്നോ അത്രത്തോളം എൻ്റെ ആരാധനയ്ക്ക് ആഴം ഉണ്ടായിരിക്കും. ഒരാമയും പറയാമോ? ഇന്ന് പലപ്പോഴും നമ്മുടെ ആരാധനയ്ക്ക് ആഴമില്ലെങ്കിൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് കീബോർഡിൻ്റെ കുഴപ്പമല്ല, അത് പാട്ട് ലീഡ് ചെയ്ത ആളുടെ കുഴപ്പമല്ല. എനിക്ക് ദൈവത്തെ പറ്റി അത്രയ്ക്കുള്ളൊരു വെളിപ്പാടേ ഉള്ളൂ, അല്ലേ? ഇഫ് ഐ ഹാവ് എ ഷാലോ റിവലേഷൻ അബൌട്ട് ഗോഡ്, my depth of worship will also be very low. അത്ര വലിയ ഡെപ്ത് ഒന്നും കാണത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമുക്ക് നമ്മളിലേക്ക് നോക്കിയിട്ട് ഹൗ മച്ച് ഡു ഐ നോ ഗോഡ്? അത് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം വെളിപ്പാടായി നമുക്ക് തരണം. അതെങ്ങനെയാണ് പ്രൈമറിലി കിട്ടുന്നത്? വചനത്തിലൂടെയാണ്. The word of God reveals who God is. So when you go through the word of God, he reveals himself to you through the word, and the Holy Spirit will help you too. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പലപ്പോഴും നമുക്ക് വചനത്തിലേക്ക് ചെന്ന് ആ യേശുവിനെ വെളിപ്പെടുത്തി കിട്ടുവാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ആത്മാവ് എന്തെങ്കിലും ചെയ്തു തന്നാൽ നമുക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ ആത്മാവ് വചനത്തിലൂടെയുള്ള വെളിപ്പാട് നമുക്ക് തരാൻ പരിശുദ്ധാത്മാവിന് വളരെ മനസ്സുണ്ട്. പക്ഷെ നമ്മൾ ആ വചനത്തിലേക്ക് നമ്മൾ പോകണ്ടേ? വി ഡോണ്ട് വോണ്ട് ടു ഗോ ടു ദ വേർഡ് to get the revelation about God. If we definitely would go to the word, definitely the Holy Spirit will help you, അല്ലേ? നമ്മളെ പരിശുദ്ധാത്മാവിനെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 വ്യക്തികളെ കണ്ടു. വൺ വാസ് ആക്ച്വലി എബ്രഹാം. ഞാൻ നേരത്തെ പറഞ്ഞു അവർ ആറ്റിറ്റ്യൂഡ് ഇൻ വർഷിപ്പ്, അല്ലേ? നമ്മുടെ എസൻസ് ഓഫ് വർഷിപ്പ് നമ്മൾ കണ്ടു. അതിനകത്ത് ഒബീഡിയൻസ് ഈസ് വർഷിപ്പ് നമ്മൾ കണ്ടു.
നമ്മുടെ ജീവിതത്തിൽ whenever we obey God, whenever we obey the word of God, whenever we obey the Holy Spirit, what are we doing? We are worshiping God. Okay? When God said, Abraham, take your only son Isaac, go to the mountain and give him as a sacrifice to me. Immediately, early morning, he started. അധികാലത്ത് അബ്രഹാം എഴുന്നേറ്റ് ഈ മകനെയും കൂട്ടി 2 ദിവസം യാത്ര ചെയ്ത് 3-ാം ദിവസം മല കണ്ടപ്പോൾ ആ വേലക്കാരോട് പറയും, നിങ്ങളിവിടെ നിൽക്കുക, ഞാനും മോനും അത്രണ്ണം പോയി ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. അപ്പോൾ യാഗം കഴിക്കാൻ പോകുന്നതിന് അബ്രഹാം പറഞ്ഞ പദം എന്താ? ആരാധന കഴിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ് അല്ലേ, വർഷിപ്പ് ഈസ് സാക്രിഫൈസ് ആക്ച്വലി. ഇന്ന് എൻ്റെ ചോദ്യം, നമ്മൾ ആരാധനയിൽ എന്താ ഈ സാക്രിഫൈസ് ചെയ്യുന്നത്? വാട്ട് ആർ വി സാക്രിഫൈസിങ്? സംടൈംസ് വി ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് വർഷിപ്പിംഗ് ഗോഡ് അല്ലേ. ചിലപ്പോൾ വി ആർ സോ സിക്ക്, വി കുഡൻറ്റ് സ്ലീപ് ദ ഹോൾ നൈറ്റ്, വി വർ സിറ്റിംഗ് അപ്പ്. എഴുന്നേറ്റിരിക്കുക, ശ്വാസം വിടാൻ വയ്യ, കിടക്കാൻ വയ്യ, എഴുന്നേറ്റ് തലേണ വെച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കുക. പക്ഷെ ആ ഇരിപ്പിലിരുന്ന് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പം യേശുവേ എന്നൊരു ദീർഘശ്വാസം വിട്ടാൽ പോലും അതും ആരാധനയാണ് അല്ലേ. നമ്മളേറ്റവും ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നതിനെ ആ യാഗപീഠത്തിൽ വെക്കുന്നത് ആരാധനയാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത് കണ്ടു, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അവരെ നമ്മൾ വിഗ്രഹമാക്കി നമ്മുടെ നെഞ്ചിൽ കയറ്റി വയ്ക്കരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തെക്കാട്ടിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കരുത്. അവരുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാനൊരു പ്രബോധനം പറഞ്ഞല്ലോ. ആ ഇസാക്ക് ചോദിച്ചു, ആട്ടിൻകുട്ടി എവിടെ? അപ്പം അബ്രഹാം പറഞ്ഞൊരു ഉത്തരവുണ്ട്, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. കർത്താവ് കരുതിക്കൊള്ളു, യഹോവ കരുതിക്കൊള്ളു, യഹോവ ഇരേ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നാളെ അവരുടെ പഠിത്തം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഹയർ സ്റ്റഡീസ്, അവരുടെ കരിയർ, അവരുടെ പ്രൊഫഷൻ, ഈവൻ നാളെ അവരുടെ വിവാഹ ജീവിതം എല്ലാം ദ ലോർഡ് വിൽ പ്രൊവൈഡ്. പേരൻസിനോട് ഞാൻ വീണ്ടും പറയട്ടെ, എന്നോട് പലരും കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞങ്ങളെ അത് സ്പർശിച്ചു. മക്കളെ പറ്റി ആവശ്യത്തിലധികം ആകുലപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ദ ലോർഡ് വിൽ പ്രൊവൈഡ്. ദ ലോർഡ് വിൽ പ്രൊവൈഡ് ദ എഡ്യൂക്കേഷൻ ഫോർ ദം. ദ ഹയർ എഡ്യൂക്കേഷൻ അവർക്ക് വേണോ? ഓക്കെ, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. അവർക്ക് ജോലി വേണം, ദ ലോർഡ് വിൽ പ്രൊവൈഡ് അല്ലേ. കർത്താവ് കരുതിക്കൊള്ളു. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ അങ്ങനെ മാത്രം എടുത്താൽ മതി. കർത്താവ് കരുതിക്കൊള്ളൂ എന്ന് തൻ്റെ ഇടമായിട്ട് പറയാനുള്ള ധൈര്യവും നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. കർത്താവ് കരുതിയോ? കരുതി. ഈ മകനെ കൊണ്ട് അവിടെ യാഗം വസ്തുവായി കൊടുക്കാൻ വേണ്ടി കത്തി എടുത്തപ്പോഴാണ് അപ്പുറത്ത് മറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, കുറ്റിക്കാട്ടിൽ ഇങ്ങനെ പിടിപെട്ട് കിടപ്പുണ്ട്, കൊമ്പുകുരുങ്ങി കിടക്കുന്നു ഒരു ആട്ടിൻകുട്ടി എന്ന് പറയുന്ന പോലെ നമുക്ക് ദൈവം ഒരുക്കിയ നന്മ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇപ്പം നമ്മുടെ കണ്ണിന് കാട്ടിത്തരത്തില്ല, അതെവിടെയോ മറിഞ്ഞിരിപ്പുണ്ട്. എത്ര പേർക്ക് രാമയം പറയാൻ പറ്റും? എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന നന്മ ഒരുപക്ഷെ ഇന്നെൻ്റെ കണ്ണ് കാണുന്നില്ല, പക്ഷേ അത് അപ്പുറത്ത് എവിടെയോ ഉണ്ട് അല്ലേ. അബ്രഹാം ഈ മകനെയും കൊണ്ട് മലയുടെ ഈ ചരിവിലൂടെ മേളിലോട്ട് കയറുമ്പം ഒരാട്ടിൻകുട്ടിയെ കൊണ്ടൊരു ദൈവദൂതൻ അപ്പുറത്തെ ചരിവിലൂടെ കയറി വരുന്നു. രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. മേളിൽ ചെന്നപ്പോഴാണ് ഇത് രണ്ടുപേരും കണ്ടതെന്ന് പറയുന്ന പോലെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ കാണാതെ മറ്റൊരു വശത്തോട് അദൃശ്യമായി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം അദൃശ്യമായി പ്രവർത്തിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നില്ല, ദാറ്റ്സ് ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു സീ, ബട്ട് അറ്റ്ലീസ്റ്റ് ബിലീവ് ദ ലോർഡ് ഈസ് പ്രൊവൈഡിങ് ഫോർ മീ ആൻഡ് ഫൈനലി ഹി വിൽ പ്രൊവൈഡ് അല്ലേ. അവനാണ് എനിക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ച് തരുന്നവൻ. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതൊരാളിനെ കൂടെ നമ്മൾ കണ്ടു. ആരായിരുന്നു? യോബ്. ഹി ലോസ്റ്റ് എവറിത്തിങ്. എല്ലാം നഷ്ടപ്പെട്ടു. മക്കളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയി, സ്വത്ത് സമ്പാദ്യം എല്ലാം പോയി. എല്ലാം പോയപ്പം താൻ എന്ത് ചെയ്തു? ഉടുപ്പ് വലിച്ച് കീറി, തലയങ്ങ് വടിച്ചിറക്കി, നെടുമ്പാട് വീണ് യഹോവയെ ആരാധിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആരാധിക്കുമ്പം എല്ലാം കിട്ടുമെന്നാ. ഇദ്ദേഹത്തിന് എല്ലാം പോയി കിട്ടിയപ്പോഴും അദ്ദേഹം ആരാധിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? വെൻ യു lose everything, when everything is taken away from you, will you still worship him? Will you still worship him? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എല്ലാവരോടും ചോദിക്കുക. നമുക്കെല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുമോ? ആ യോബ് ആരാധിച്ചു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ ജോബ് മെയിൻറ്റെയിൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഈ വലിയ കഷ്ടസമയത്തും താൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമോ? ഇത് നമ്മൾ നല്ലൊരു 2020 ഒരുപക്ഷെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നോ? അത് യഹോവയായ ദൈവം യോബിനെ പറ്റി പറഞ്ഞ സാക്ഷ്യമാണ്. ഇന്ന് എന്നെ നിങ്ങളെയും പറ്റി ദൈവം ആ സാക്ഷ്യം പറയുമോ? എൻ്റെ മകനെ നോക്ക്, എൻ്റെ മകളെ നോക്ക്, ഈ കഷ്ടത്തിലൂടെ എല്ലാം പോയിട്ടും അവനും അവളും കണ്ടോ ഭക്തി വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നോന്ന് കണ്ടോ? അങ്ങനെ പറയുമോ പ്രിയപ്പെട്ടവരെ? അല്ലേ? അപ്പം അനുസരണത്തിലൂടെ നമുക്ക് ആരാധിക്കാം. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം പ്രിയപ്പെട്ടവരെ. ഇന്ന്
അടുത്തത് എക്സ്പ്രസിങ് വർഷിപ്പ് ത്രൂ ഓഫറിങ് ഓഫ് താങ്ക്സ്. ദൈവത്തിന് നന്ദി പറയുന്നതിലൂടെയും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ അവിടെ നമ്മളൊരു കാണുന്നുണ്ട്, ഒരു 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വരുന്നു. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ ആ സംഭവം ഒന്നെടുത്ത് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ 10 പേര് വന്നു. ഓടിച്ച് ഞാനങ്ങ് പറയാം. 10 പേരും ദൈവമേ കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ വന്നത്. യേശു പറഞ്ഞ ഓക്കെ. അവർ 10 പേരാണ്, 10 പേരും പുരുഷന്മാരാണ്. ചെന്നു. അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 13-ാം വാക്യം. അവരകലെ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? യേശു നായക ഞങ്ങളോട് കരുണ ഉണ്ടാവണമേ എന്ന് ഉറക്കെ പറഞ്ഞു. They were crying aloud. എന്താണ്? Lord have mercy, have mercy, കരുണ തോന്നണമേ എന്നും പറഞ്ഞ് ഇവർ 10 പേര് ഉറക്കെ നിലവിളിക്കുക. അടുത്ത വാക്യം, അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. സാധാരണ യേശുവിൻ്റെ അടുത്ത് ഒരു രോഗി വന്നാൽ യേശു അവരെ സൗഖ്യമാക്കും. പല രീതിയിലാണ്. ചിലപ്പം തൊട്ട് സൗഖ്യമാക്കി, തുപ്പിച്ചേറുണ്ടാക്കി പുരട്ടി സൗഖ്യമാക്കി, അല്ലേ, വചനമയച്ച് സൗഖ്യമാക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ യേശു ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ 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 ഗോ ആൻഡ് ഷോ യുവർ സെൽഫ് ടു ദ പ്രീസ്റ്റ്. ചെന്ന് പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിക്കുക. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അവർ പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങൾ പുരോഹിതന്മാരെ കാണിക്കുക. എന്തിനാണ് പുരോഹിതന്മാരെ കാണിക്കണ്ടേ? അവിടെയാണ് സർട്ടിഫിക്കറ്റ്. കോവിഡ്-19 സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതെവിടെ കിട്ടും? എവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തോ അവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്യണം ഇവർക്കിപ്പം കുഷ്ഠമില്ലയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് പോകാൻ പറഞ്ഞത്. പക്ഷേ ഇവർ ചോദിച്ചേനെ ഞങ്ങൾക്ക് സുഖമായില്ല. അവരിങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടായി, ഞങ്ങൾക്ക് സുഖമായെങ്കിൽ ഞങ്ങൾ പോകായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചുകൊണ്ട് തിരിഞ്ഞു. പക്ഷെ തിരിഞ്ഞ് നടന്നപ്പോൾ എന്തു പറ്റി? കുഷ്ഠം പോയി. ഇന്ന് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സുഖമായിട്ട് സ്തോത്രം ചെയ്യാം, അല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ട് ഞാൻ ആരാധിക്കാം. നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അവർ വിശ്വാസത്തോടു കൂടി തിരിഞ്ഞു. അവർ പുരോഹിതൻ്റെ അടുത്തേക്ക് തിരിഞ്ഞപ്പം ആ പോകുന്ന വഴിക്ക് അവർക്ക് സുഖം കിട്ടി, ശുദ്ധരായി തീർന്നു. പക്ഷേ അടുത്തതാണ് വിഷയം. 15-ാം വാക്യം, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവണ്ണ് വീണ് അവന് നന്ദി പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ ഹി കെയിം ആൻഡ് ത്രൂ ഹിംസെൽഫ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ആൻഡ് താങ്ക്ഡ് ഹിം വേറൊരു ആൻഡ് ഹി വർഷിപ്ഡ് ഹിം എന്ന്. അവിടെ കിടന്ന മൂലഭാഷ അതാണ്. അവൻ എന്ത് ചെയ്തു? ഒരുത്തൻ നോക്കിയപ്പോൾ അവന് സൗഖ്യം വന്നു, അല്ലേ? അവൻ എന്ത് ചെയ്തു? അവൻ തിരിഞ്ഞോടി. എവിടെ വന്നു? യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നേരത്തെ അവൻ ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ എന്തിനു വേണ്ടിയായിരുന്നു? കരുണയ്ക്കായുള്ള കരച്ചിലാണ്. ഇപ്പോൾ അവന് കരുണ കിട്ടി. പക്ഷെ കരുണ ലഭിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഉച്ചത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ എന്തായി പറഞ്ഞു വരുന്നത്? നമ്മളൊരു ആവശ്യത്തിന് ഉറക്കെയൊക്കെ കരയും. നമ്മുടെ ഉറക്ക കരച്ചിലെങ്ങനെ? നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഉപവസിച്ച് നാട്ടുകാരോടെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ ഉറക്കെയാണ് അപേക്ഷിക്കുന്നത്. പക്ഷേ ദൈവം അപേക്ഷ കേട്ട് ഉത്തരം തരുമ്പം എത്ര ഉച്ചത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊക്കെ ഈ മാസ്ക് ഇട്ടിരിക്കുന്നതാണ്, നിങ്ങളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണാനും വയ്യ. ചിലരൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിരുന്നാലേ ഉറക്കം വരാതിരിക്കുന്നുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. ഇല്ല ഫ്ലൈറ്റിൽ പോകുമ്പം ഉറങ്ങാൻ വേണ്ടി കണ്ണും കൂടെ കവർ ചെയ്തൊരു എന്തോ ഹൈ ബാൻഡോ അതും കൂടെ കിട്ടിയിരുന്ന എളുപ്പമുണ്ടായിരുന്നില്ലേ? അതും കൂടെ കണ്ണും കവർ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഉറങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങിയെന്നല്ല ഞാനീ പറയുന്നത്. എത്രത്തോളം നമ്മൾ ദൈവത്തിന് അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക്, നമ്മോട് അവൻ കാണിച്ച കരുണയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരാണെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ മെസ്സേജ് വാട്ട് ഐ എം ടോക്കിംഗ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ബീങ് താങ്ക്ഫുൾ ഈസ് സ്പിരിച്വൽ. എത്രത്തോളം നമ്മൾ നന്ദിയുള്ളവരാണോ അത്രത്തോളം നമ്മൾ ആത്മീയരാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് അത്രയ്ക്ക് നമ്മൾ ആത്മീയരാണ്. ഇന്നിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആത്മീയത കാണിക്കാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാട്ടിക്കൂട്ടും. മറ്റുള്ളവർ നമ്മൾ കാണുന്ന ആത്മീയം, അല്ലേ? നമ്മൾ എത്ര സ്തോത്രം പറഞ്ഞു, എത്ര കണ്ണടച്ചിരിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ആത്മീയം നമ്മൾ അളക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ അന്യോന്യം പരീക്ഷന്മാരാണ്. പക്ഷെ ദൈവം നോക്കുന്നത് നീ എത്രത്തോളം ഹൃദയത്തിൽ നന്ദിയുള്ളവനാ. ഹൗ താങ്ക്ഫുൾ ആർ യു ഫോർ വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നു എന്നുള്ളത് നീ ഓർക്കണം. ഇനി അവിടെ ഒരുത്തം വന്ന് കവന്ന് വീണു, ശരി, അവൻ നന്ദിയും പറഞ്ഞു, സ്തോത്രം, അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേണേൽ പറയാം. പക്ഷെ അടുത്ത വാക്യത്തിൽ 16-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്
അവനോ ശമര്യക്കാരനായിരുന്നു. കണ്ടോ? അതായത് അപ്പം അതിൻ്റെ അർത്ഥം ബാക്കി 9 ആരായിരുന്നു? ഇതാണ് ഈ പ്രശ്നം. ദ ലീസ്റ്റ്, ഒട്ടും പ്രതീക്ഷിക്കാത്തവനാണ് ഒന്ന് നന്ദി പറഞ്ഞത്, അല്ലേ? ഇനി ഇവർ തിരിച്ചു വരണമെന്ന് ദൈവം പ്രതീക്ഷിച്ചിരുന്നു. ഉണ്ട്, അടുത്ത വാക്യത്തിലുണ്ട്, 17-ാം വാക്യം. അപ്പം യേശു ചോദിക്കുക, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? കണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് യേശു ദാറ്റ്സ് ഓക്കെ എന്ന് പറയുന്നില്ല. ബാക്കി എവിടെ പോയി 9 എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 9-ൽ പെടുവോ നമ്മൾ? അതോ ആ വന്ന് കാലി വീണവൻ ആണോ നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2020 അയ്യോ ഞാനാ വന്ന് കാലി വീണ ശമര്യക്കാരനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നേ ആണോ? ആരും എഴുന്നേറ്റില്ല. നിങ്ങളും വേണം എഴുന്നേറ്റുന്നു. ആരെങ്കിലും ഉണ്ടേ അവിടെ വീട്ടിൽ എഴുന്നേറ്റിക്ക്. നമ്മൾ സൗഖ്യം പ്രാപിച്ച് പൊടിയും തട്ടിപ്പോയവരാ. ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചിട്ട് പൊടിയും തട്ടി അതുവഴി പോയി. ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും 2020 നമ്മൾ പ്രാപിച്ചു. 14 പേര് ഈ സഭയിൽ കോവിഡ് ബാധിച്ച് അതിൽ ഒരാൾ വെന്റിലേറ്ററിൽ പോലും ആയിപ്പോയി. ദൈവകൃപയാൽ 14 പേരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. കോവിഡ് വന്ന് സുഖപ്പെട്ടവരാരും ഇതിനകത്തില്ലല്ലോ അല്ലേ? രാവിലത്തെ സർവീസിലുണ്ടായിരുന്നു. ഉണ്ടോ? ഇല്ല. എന്നെ കേൾക്കുന്നത് എനിക്കറിയാം. അനേകർ, ചെറുപ്പക്കാരുൾപ്പെടെ, കുട്ടികളുൾപ്പെടെ കോവിഡ് വന്നു 14 പേരിൽ. പക്ഷെ നിങ്ങളെല്ലാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ നെടുമ്പാടവൻ്റെ കാലിൽ വീണ് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതർവൈസ് God is searching for you. Where are you? 9 പേര് എവിടെ? കോവിഡ് ഒന്ന് സുഖപ്പെട്ട 14 പേര് എവിടെ ചോദിക്കുക? എവിടെ 14 പേര്? ആ 14 പേരിൽ ഒരു ചെറുപ്പക്കാരൻ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഇനി കോവിഡ് അങ്ങ് വിട്ടേക്ക്. എത്രയോ മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. എത്രയോ അപകടങ്ങൾ, ആപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. നമുക്ക് നന്ദിയുണ്ടോ പ്രിയപ്പെട്ടവരെ? Do we express thanks to him? And if we do that, that is worship. അത് ചെയ്യുകയാണെങ്കിൽ അതാണ് ആരാധന, അല്ലേ? അപ്പോൾ 9 പേര് എവിടെയെന്ന് ചോദിച്ചു. അതാ വിഷയം. 80 പേര് എവിടെയെന്ന് ചോദിച്ചു. അപ്പം 18-ാം വാക്യം ചോദിച്ചപ്പം യേശു എന്നെ പറയാ, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട്, അതിൻ്റെ അർത്ഥം ഇത് യേശു പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു ശരിക്കും ബാക്കി 9 പേരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഈ ബാക്കി 9 എണ്ണവും ഏത് ജാതിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ അവർ വന്നില്ല. ഒരു പുറജാതിക്കാരനായ പാവത്താൻ അവൻ വന്ന് കിടക്കുന്നു. പക്ഷെ ആ നന്ദി പറയാൻ വന്നവനെ യേശു അക്നോളജ് ചെയ്തു. എങ്ങനെയാ? അടുത്ത വാക്യം. അവനോട് എന്താ പറഞ്ഞേ? 19-ാം വാക്യം. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? അവന് ഇതൊന്നും ഇല്ലാതെ പോയപ്പോഴേ അവന് സൗഖ്യം വന്നു. പക്ഷേ അവൻ തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്ന് കാലി വീണത് അത് യേശു കണ്ടിട്ട് പറയാം, നിൻ്റെ വിശ്വാസം. നീ എന്നെ വിശ്വസിച്ചാണ് നീ ആദ്യം നിലവിളിച്ചത് കരുണയ്ക്ക്. ശരി, നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി. നീ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. നിനക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെ അയക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, രോഗം വന്നിട്ട് സൗഖ്യം പ്രാപിച്ച, യേശുവിനോട് എന്നെ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് എത്രയോ വരുന്നുണ്ട്. പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതിൽ അപൂർവം ചിലരേ ഉള്ളൂ ഒരു രോഗത്തിലൂടെയാണ്, ഒരു രോഗസൗഖ്യത്തിലൂടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിലും എത്രയോ ഇരട്ടി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതവർക്കറിയാം കർത്താവ് സൗഖ്യം കൊടുത്തതെന്ന്. പക്ഷേ കർത്താവ് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ഭാഗത്ത് വന്നില്ല എന്നുള്ളൊരു സത്യം. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? എനിക്ക് എത്രയോ പേരെ അറിയാം, അല്ലേ? പക്ഷെ അവരൊരിക്കലും രക്ഷിക്കപ്പെട്ട് കർത്താവിന് അവരുടെ ജീവിതം കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എത്രയോ പേരെ എനിക്കറിയാം. പക്ഷെ കർത്താവ് കരുണയുള്ളവനാണ്. പക്ഷേ കർത്താവ് പ്രതീക്ഷിക്കുന്നു, വേർ ആർ ദി അതർ 9 എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ 2020 അവസാനത്തെ ഞായറാഴ്ച കർത്താവ് ചോദിക്കുക, ഇതിലും കൂടുതൽ ആൾക്കാരെ ഞാൻ സൗഖ്യമാക്കിയല്ലോ, ഇതിലും കൂടുതൽ ആൾക്കാരെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ഇതിലും കൂടുതൽ ആൾക്കാരെ ഞാൻ വിടുവിച്ചിട്ടുണ്ടല്ലോ, വേർ ആർ ദേ എന്ന് ചോദിച്ചാൽ പറഞ്ഞേ, വേർ ആർ ദേ? അപ്പം നിങ്ങൾ പറയും, ഞങ്ങൾ വന്നല്ലോ. നിങ്ങൾ വന്നു, സ്തോത്രം. പക്ഷേ ഇവിടെ വരുന്ന കാര്യമല്ല പറഞ്ഞേ. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നന്ദിയോടിരിക്കുന്നവരാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നന്ദിയോടുകൂടി ജീവിക്കുന്നവരാണോ? അതാണ് ഞാനീ പറയുന്നത്, അല്ലേ? അപ്പം ഇവിടെ നമുക്കറിയാം എല്ലാ നല്ല ദാനങ്ങളും ദൈവമാണ് തരുന്നത്.
പക്ഷേ വി ഷുഡ് മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് ടു റെക്കോർഡ് ആൻഡ് എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് സ്പെസിഫിക്കലി എന്ന് നമ്മൾ ഓർക്കണം. വളരെ എണ്ണി തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ദൈവം ചെയ്ത നന്മകളെ നമ്മൾ എടുത്ത് ഒന്നൊന്നായി നമ്മൾ അതിന് നന്ദി പറയണമെന്ന് തന്നെ ബൈബിൾ പറയുന്നത്. അങ്ങനെയല്ല വാക്യമുണ്ടോ? 103 സങ്കീർത്തനം എല്ലാവർക്കും കാണാപ്പാടാം 1-2 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. forget not all his benefits എന്നാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അല്ലേ? 111 സങ്കീർത്തനം 1 വാക്യം, 111:1 യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഞാൻ സഭയിൽ വന്ന് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ സഭയിൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ. ചിലർക്ക് ഈ പൂർണ്ണ ഹൃദയത്തോടെ കുറേ കൈയടിച്ച് പൊട്ടിച്ചാൽ അങ്ങ് ആരാധനയായി. പക്ഷേ ഈ കൈയടിച്ച് പൊട്ടിക്കുന്ന നമ്മുടെ എക്സ്പ്രഷനാണ്, ആറ്റിറ്റ്യൂഡാണ് കർത്താവ് ആദ്യം നോക്കുന്നത്. എനിക്ക് ചിലരെ അറിയാം, അവർ വലിയ എക്സ്പ്രസീവ് അല്ല, പക്ഷെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ തൊട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നതാണ്. കണ്ണ് നിറഞ്ഞു, അവർക്ക് നിൽക്കാനേ പറ്റത്തില്ല, അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. വാട്ട് ഡസ് ദാറ്റ് ഷോ? ദേ ആർ സോ താങ്ക്ഫുൾ, അല്ലേ? അവർ സഭയിൽ വരുമ്പോൾ എനിക്ക് സഭയിൽ വരാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തു പറഞ്ഞാലും ഞാനങ്ങ് വരും. എനിക്ക് സഭയിൽ വന്ന് എനിക്കെൻ്റെ ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് സഭാമധ്യേ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ എനിക്ക് എന്ത് ചെയ്യണം? ഐ നീഡ് ടു അക്നോളജ് ദാറ്റ്. വീണ്ടും 143 സങ്കീർത്തനം 5 വാക്യം, 143 സങ്കീർത്തനം 5 വാക്യം എന്താണ്? ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിൻ്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു, അല്ലേ? അവിടെ പറയുന്നത് ഞാൻ പണ്ടത്തെ നാൾ ഓർക്കുന്നു, നിൻ്റെ എല്ലാ പ്രവൃത്തിയും ഞാൻ ധ്യാനിക്കുന്നു, നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു, പ്രസ്താവിക്കുന്നു. ഇനി ഇതെല്ലാം ഹൃദയത്തിൽ മാത്രം ചിന്തിച്ചിരുന്നാൽ പോരാ, അവിടെ ആൻഡ് ടെൽ ഓഫ് ഹിസ് ഓൾ ഹിസ് വണ്ടർഫുൾ നീഡ്സ് എന്ന വി നീഡ് ടു ടെൽ ഇറ്റ് ഔട്ട്. വായ കൊണ്ട് നമ്മൾ പറയണം, ദൈവം ചെയ്ത നന്മകളെ പറയണം. 26 സങ്കീർത്തനം 6 വാക്യം, 26 സങ്കീർത്തനം 6 വാക്യം, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ വർണ്ണിക്കാൻ ആരെങ്കിലും തുടങ്ങിയാൽ ഇത് കേട്ടോണ്ടിരിക്കാൻ ആരുണ്ട്? അതാണ് വേറൊരു പ്രശ്നം. പണ്ടൊക്കെയാണ് സഭയിൽ വരുമ്പം കർത്താവ് ചെയ്ത നന്മകളെ പറ്റി സാക്ഷിക്കേണ്ടവർക്ക് മുന്നോട്ട് വന്നാൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷിക്കാം. ഉടനെ എല്ലാവരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവ് ചെയ്ത നന്മകളെ സാക്ഷിക്കും, അല്ലേ? അതിനൊരു പ്രത്യേക സമയം അലോട്ട് ചെയ്ത് കൊടുക്കും. ഇന്ന് അങ്ങനെ ഒരു പതിവ് എല്ലായിടത്തും ഇല്ല. പക്ഷേ നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് വർണ്ണിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ദൈവം നമുക്ക് ചെയ്തതന്നെ നമുക്കൊന്ന് പറയണ്ടേ? 66 സങ്കീർത്തനം 16 വാക്യം, 66:16 സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. വിവരിക്കാമെന്നല്ല, ചുമ്മാ ഞാൻ ഇന്ന നട്ഷൽ എന്നല്ല, ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഫോർ വാട്ട് ഹി ഹാസ് ഡൺ. ഇടയ്ക്ക് നമ്മുടെ ഒരു സഹോദരി, അവരുടെ മകനൊരു നല്ല ക്യാമറാമാനാണ്, ഒരു പുതിയ ക്യാമറ മേടിച്ചപ്പം ആ സഹോദരിയുടെ സാക്ഷി അവർ നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലങ്ങ് പോസ്റ്റ് ചെയ്തു, അല്ലേ? നിങ്ങൾ ചിലരൊക്കെ അത് കേട്ട് കാണും. ദാറ്റ്സ് ഗുഡ്, അല്ലേ? ഒരു സഭയിൽ വന്നാൽ ഇത്രയും പേരെ അത് കേൾക്കുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാക്ഷ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു സാക്ഷ്യം നിങ്ങൾ ഇതുവരെയായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടോ? നിങ്ങളെല്ലാം തിന്നതും ഞാൻ പറയുന്നില്ല, അല്ലേ? എന്തൊക്കെ കോമാളിത്തനങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ചിലതൊക്കെ ഫേസ്ബുക്കിൽ ഇടുമ്പം ഞാൻ തലേ കൈ വെച്ചിടും. എല്ലാവരും ചോദിക്കത്തില്ലേ, ഇവരും നോട്ട് ആ സഭയിലെ അംഗമല്ലേ, അല്ലേ? സത്യം പറഞ്ഞാൽ ദയവ് നിങ്ങൾ ഈ പുതിയ വർഷം ഒരു തീരുമാനമെടുക്കുക. എന്തായാലും സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ വളരെ യൂസ് ചെയ്യുന്നവരല്ലേ, നിങ്ങളുടെ ഒരു സാക്ഷ്യം, അല്ലേ? നിങ്ങളുടെ ഒരു സാക്ഷ്യം അതിനകത്ത് പറ. ഒരു പാട്ടോടുകൂടി നിങ്ങളുടെ ഒരു സാക്ഷ്യം പറ. നിങ്ങൾക്ക് ദൈവം ചെയ്ത അത്ഭുതത്തെ ഒന്ന് വിവരിക്കുക. അതെത്ര പേര് കാണും, അല്ലേ? അതെത്ര പേര് കാണും? അതിന് താല്പര്യമില്ല എല്ലാവർക്കും. അല്ലാത്ത സാധനങ്ങളൊക്കെ അല്ലേ എല്ലാവരും ഇടുന്നത്. ദയവായി അത് വിവരിച്ചു പ്രസ്താവിക്കുക. 105 സങ്കീർത്തനം 2 വാക്യം, 105 സങ്കീർത്തനം 2 വാക്യം, അവന് പാടുവിൻ, ദൈവത്തെ പാടി സ്തുതിക്കുക, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. ടെൽ ഓഫ് ഹിസ് വണ്ടേഴ്സ്,
അവനെനിക്ക് ചെയ്ത അത്ഭുതം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇപ്പോഴിരിക്കുന്ന ആർക്കെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാം ഇനിയും കാത്തിരിക്കുക എന്തോ ഒരു വലിയ അത്ഭുതം. അയ്യോ എൻ്റെ പൊന്നെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതം. എനിക്കതിന് കൊറോണ വന്നില്ലല്ലോ. കൊറോണ വരണ്ട. നമ്മളിങ്ങോട്ട് നടന്നു കയറി വന്നു, നിങ്ങൾ വന്ന് ആ കസേരയിൽ ഇരിക്കുന്നു, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ചെവി കേൾക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നു, അല്ലേ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിൽ ദൈവം ബലം തന്നതുകൊണ്ടാണ്. നമ്മുടെ ചെവിക്കകത്തുള്ളൊരു ചെറിയ ദ്രാവകം ഒരല്പം കൊണ്ട് ഡോക്ടേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിയാൽ ഞാൻ കറങ്ങിയടിച്ച് താഴെ പോകും. അതിൻ്റെ അർത്ഥം ആ നിശ്ചിത അളവിൽ എൻ്റെ 2 ഇയറിലെ എന്താ പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ശരിയാണോ? അതൊരത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? അതൊരത്ഭുതമല്ലേ? അല്ലേ? ഇതുപോലെ ചിന്തിച്ചാൽ ഈ കണ്ണ് ആലോചിക്കുക, 2 കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പം, നിങ്ങൾ എത്ര പേരെ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണുന്നത്? നമ്മൾ കംപ്ലീറ്റ് കളറായിട്ടല്ലേ കാണുന്നത്. ഇനി കളർ മാത്രമോ? പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് 3D ആയി. ഇപ്പം നിങ്ങൾക്കറിയാമോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ 2 കണ്ണ് അന്നേ 3D ആണ്, അന്നേ കളറാണ്. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നോ അതെല്ലാം ഓൾറെഡി ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ കണ്ണിനുണ്ട്. ഇപ്പോഴാണ് ദ വേൾഡ് ഈസ് ഡിസ്കവറിങ് ഇറ്റ്. ഇപ്പോഴാണ് സയൻറ്റിസ്റ്റുകൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴാണ് ഒരു 3D ക്യാമറ. ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറ ആലോചിച്ച് നോക്കിയാൽ എത്ര പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഓരോ കാര്യം ഇവിടെ സ്റ്റോർ ആവുക, അല്ലേ? ഏത് സമയം വേണമെങ്കിൽ അതെടുത്ത് വീണ്ടും ഓർക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ സിസ്റ്റമൊക്കെ എന്നേ ദൈവം സൃഷ്ടിച്ച് നമ്മുടെ ഉള്ളിൽ വെച്ചു. നന്ദിയുണ്ടോ പ്രിയപ്പെട്ടവരെ? നന്ദിയുണ്ടോ? അല്ലേ? അപ്പം ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്ന് ഓർത്തോണം. ഫൈനലി എക്സ്പ്രസിങ് വർഷിപ്പ് ത്രൂ സിംഗിങ് ആൻഡ് മേക്കിംഗ് മ്യൂസിക്. ഇത് വലിയ ഇഷ്ടം എല്ലാവർക്കും. പാട്ടുപാടി, അല്ലേ? പാട്ടോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. യെസ്, അതിന് വളരെ പ്രാധാന്യമാണ്. ഞാനിത് മനഃപൂർവ്വമാണ് ഇത് അവസാനം പറഞ്ഞത്, അല്ലേ? പലർക്കും ഇത് മാത്രമേ ഉള്ളൂ. അതായി പ്രശ്നം. ആരാധന നേട്ടോളം പാട്ടാണ്, അല്ലേ? അങ്ങനല്ല, പാട്ടുണ്ട്. പാട്ടിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 18 തൊട്ടേ തുടങ്ങുമ്പോൾ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, പകരം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്ത് കൊള്ളുവിൻ. ഇവിടെയാണ് I will bless the Lord at all times. His praise shall be continually in my lips. 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി വല്ലപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ നാവിലുണ്ട്. ഞായറാഴ്ച മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മുടെ നാവിൽ സ്തുതിയുണ്ട്, അല്ലേ? 84-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാര്യം എന്താ? നിത്യം സ്തുതിക്കുമവർ നിന്നെ, നിത്യം സ്തുതിക്കുമവർ നിന്നെ. ആലയത്തിൽ വസിക്കുന്നവർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഏതാ ഇപ്പം ആലയത്തിൽ ഹൗസ് ഓഫ് പ്രയർ വന്ന് വസിക്കണോ? പറ്റത്തില്ല. ഈ ആലയത്തിൽ എപ്പോഴും സ്തുതി, നിത്യം സ്തുതി. ഉയരുന്ന ആലയമാണോ ഇത് പ്രിയപ്പെട്ടവരെ? അതോ കൂടെ ഇത് നട അടയ്ക്കുമോ? ഞായറാഴ്ച നട തുറക്കും, 2 മണിക്കൂർ നട അടയ്ക്കും. ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടോ? അത് വർഷത്തിൽ മാത്രം നട ഉറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതാണത്. ചിലർ എതിരെ പോയാൽ അത് കൃത്യമായിട്ട് വന്നിരിക്കും. 10 മണിക്കേ ഇവിടെ വന്നിരിക്കും, അരമണിക്കൂർ മൗനമായിട്ടിരിക്കും. കഴിഞ്ഞ 365 ദിവസം ഉണ്ടായിരുന്നു. വേവയ്യു, അല്ലേ? അവസാനത്തെ ദിവസമാണ് ഭയങ്കര നന്ദിയും ഭയങ്കര സ്തുതിയും ഭയങ്കര ആരാധനയും ഭയങ്കര ഒരുക്കും. അതിനെപ്പറ്റി ഞാൻ നാളെ തൊട്ട് പറയാം. എല്ലാ ദിവസവും 12 മണിക്ക് വി ഹാവ് എ സൂം മീറ്റിംഗ്. ഹൗ ടു മേക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റി ഞാൻ ഐ എം ഗോയിങ് ടു ടോക്ക്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് ഡു ലോഗ് ഇൻ ആൻഡ് ഹിയർ ദാറ്റ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായത്തിൽ 25-ാം വാക്യം. ഒട്ടും ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻ. കയ്യിൽ വിലങ്ങ്, കാലിൽ ചങ്ങല, ഒരു വൃത്തികെട്ട ഒരു തടവറ. അങ്ങോട്ട് കയറ്റുന്നതിന് മുമ്പ് നല്ലവണ്ണം അടിച്ച് മുറിവേൽപ്പിച്ചു. ദേഹത്തൊക്കെ മുറിവ്, കയ്യിലും കാലിലും ചങ്ങലയും ബന്ധനവും. അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യമില്ല, ഭക്ഷണം കൊടുത്ത് കാണത്തില്ല,
അല്ലേ? ഒരു വെരി ഡേർട്ടി പേഴ്സൺ. ഇന്നത്തെ പേഴ്സൺ പോലൊന്നുമല്ല. ദാറ്റ് വാസ് എ വെരി ഡേർട്ടി പേഴ്സൺ. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൈയും കാലും ചങ്ങലയും ആമത്തിലൊക്കെയാണ്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അവർ രാത്രി അർദ്ധരാത്രിക്ക് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ പാടി. ഓർത്തോണം, ആ പാട്ടും ആ സ്തുതിയും ആരാധനയും ഇറ്റ് വാസ് വെരി നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ്, അല്ലേ? ടു എക്സോൾട്ട് ദ ലോർഡ് ഇൻ പ്രെയർ ആൻഡ് പ്രൈസ്. ദെയർ സർക്കംസ്റ്റൻസസ് മെയ്ഡ് നോ ഡിഫറൻസ്. അതാണ് വിഷയം, അല്ലേ? അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നത് നന്നായിട്ടല്ല അവർ പാടിയതും ആരാധിച്ചത്. ചുറ്റും എല്ലാം അവർക്ക് പ്രതികൂലമായിരുന്നു. ഇന്ന് നമ്മളാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പ്രൈസിങ് ഗോഡ്. അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അവർ ഈ തടവറയിലായിരുന്നപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചു. ഇറ്റ് ഷുഡ് ബി ആൻ ആബ്സല്യൂട്ട്ലി നോർമൽ എക്സ്പീരിയൻസ് ഫോർ അസ് ടു കണ്ടിന്യൂലി ഓഫർ പ്രൈസസ് അൺ ടു ഗോഡ്. നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ നോർമലായിരിക്കണം നമുക്ക്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി അബ്നോർമൽ ടു കംപ്ലെയിൻ, മർമർ ആൻഡ് ഗ്രംബിൾ. നമുക്ക് വളരെ നോർമൽ എന്താ? കംപ്ലൈനിങ്. വളരെ അബ്നോർമൽ എന്താ? പ്രൈസിങ്. തിരിച്ചായിരിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി നോർമൽ ഫോർ അസ് ടു പ്രൈസ് ഗോഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി അബ്നോർമൽ ടു കംപ്ലൈൻ, ഗ്രംബിൾ, മർമർ, അല്ലേ? പിറുപിറുക്കാനും പരാതി പറയാനും ഒക്കെ അത് നോർമലാണ് നമുക്ക്. ഇപ്പം നന്നായിരിക്കുന്നു, നല്ല ഫാന്, ലൈറ്റ്, AC എല്ലാം ഉണ്ട്, സന്തോഷമായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കട്ടെ വീണ്ടും. അപ്പം നിങ്ങൾ അകത്തെന്താവും? നോർമലായിട്ട് വരും. എന്താണ്? ഇങ്ങനെ നിർത്തിക്കൂടെ? ഇങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിർത്താതെ എങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്? ഇതാ പ്രശ്നം. വെൻ എവ്രിതിങ് ഈസ് റൈറ്റ്, വെൻ വി ആർ ഹാപ്പി, വി തിങ്ക് ദാറ്റ് വി ക്യാൻ പ്രൈസ് ഗോഡ്. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. ദിസ് കൈൻഡ് ഓഫ് സിംഗിങ്, ഇങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന പാട്ട്, അത് ഹൃദയത്തിൽ നിന്ന് പാടണമെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് പോസിബിൾ ഫോർ എനി വൺ, ആർക്കും പാടാം കേട്ടോ. സംഗീതം ഗാനഭൂഷണം പാസ്സാവണമെന്നൊന്നുമില്ല ഈ പറഞ്ഞ പാട്ട് പാടാൻ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡൻ്റ് അപ്പോൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് അടുത്ത പ്രശ്നം. ഇന്ന് ചിലർക്ക് പാട്ട് വരണമെങ്കിൽ എന്ത് വരണം? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഗിറ്റാറെങ്കിലും, എന്തെങ്കിലും ഒന്ന് വേണം പാട്ടിന്. ഒന്നുമില്ലെങ്കിലും പാടാം, ഒന്നുമില്ലെങ്കിലും പാടാം. It is a melody that fills our heart as we delight in the Lord and seek Him continually. അവനെ നിരന്തരം അന്വേഷിക്കുമ്പം നമ്മുടെ ഹൃദയത്തിൽ അവനോടുള്ള സ്നേഹവും സന്തോഷവും അതങ്ങ് നിറയുമ്പം ഒരു മെലഡി, ഒരു സംഗീതം, ഒരു പാട്ട് പുറത്തേക്ക് വരും. നിങ്ങൾക്കറിയാമോ, പഴയ ഭക്തന്മാരായ ദൈവമനുഷ്യർ അവരൊക്കെ നല്ല പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണല്ലോ നമ്മൾ പാടുന്ന പഴയ പാട്ടുകൾ. അവർക്ക് ആ പാട്ട് എങ്ങനെ വന്നു, ആ വരികൾ എങ്ങനെ വന്നു, ആ ട്യൂൺസ് എങ്ങനെ വന്നു? അവരൊരു ഹാർമോണിയമായിട്ട് ഇരുന്നിട്ട് ഒരു പേപ്പറും ഒരു നോട്ട്ബുക്ക്, ഒരു പേന എടുത്തിട്ട് ഓക്കെ 1 2 3 അവർ എഴുതിയതാണോ? അല്ല. അത് ഇന്നത്തെ സിനിമ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അവരാണ് അങ്ങനെയൊക്കെ എഴുതുന്നത്, അല്ലേ? പക്ഷേ അന്നത്തെ ഭക്തന്മാർ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പം, അല്ലേ, അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ പാടിയപ്പം ആ പാട്ടൊരു മെലഡിയായിട്ട് പുറത്തേക്ക് വന്നു. അതൊരു ട്യൂണായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു വരിയായിട്ടായിരിക്കും. പിന്നെ അവർ പേനയൊക്കെ എടുത്ത് പിന്നെ അവർ കുറിച്ച് ഡയറിയിലേക്ക് ഇട്ടതുകൊണ്ടാണ് ഒന്നും പാട്ടായിട്ട് നമ്മുടെ വന്നേ. ഇറ്റ് ഈസ് നോട്ട് ഒറ്റയടിക്ക് ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ടല്ല പാട്ട് എഴുതിയത്. ഇറ്റ് കെയിം ഇൻ ദ ഹാർട്ട് ആൻഡ് ദേ വർ കണ്ടിന്യൂസ്ലി സിംഗിങ് ഇറ്റ്. അതിങ്ങനെ ചിലപ്പോൾ മൂളിക്കൊണ്ടായിരിക്കും, ഒരു ട്യൂണായിരിക്കും വന്ന് മൂളിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ട്യൂണിന് വരികൾ വന്നു. പിന്നീടാണ് ആ വരികൾ അവർക്ക് തോന്നി, ആരോ കേട്ടോ പറഞ്ഞ് നന്നായിരിക്കുന്നു, ക്യാൻ യു റൈറ്റ് ഇറ്റ്? ഓക്കെ. അല്ലെങ്കിൽ വേറൊരാളായിരിക്കും എഴുതിയെടുത്തത്, അല്ലേ? വേറൊരാളായിരിക്കും എഴുതിയെടുത്തത്. അങ്ങനെയുണ്ട്, ചിലരുണ്ട് അവരെഴുതത്തില്ല, അവരിങ്ങനെ വരുന്നത് പാടും. അടുത്തിരിക്കുന്നവർ ക്യാൻ ഐ റൈറ്റ്, ഒന്നുകൂടെ പാടിക്കേ, ക്യാൻ ഐ റൈറ്റ് ഇറ്റ്, അങ്ങനെ എഴുതിയെടുക്കുന്നത്. പണ്ടൊക്കെ കൺവെൻഷനൊക്കെ പാട്ട് പഠിപ്പിക്കാൻ എഴുന്നേറ്റിരിക്കും. പാട്ട് അടിച്ച് താളായിട്ടൊന്നും കയ്യിലില്ല, അവിടെ സ്ക്രീനിൽ കാണിക്കാനൊന്നുമില്ല. എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ അങ്ങ് പാടുമ്പം അവിടെ ഇരിക്കുന്നവരത് കുറിച്ചെടുത്ത് അവർ പിന്നെ പോയി പഠിച്ചു പാടും. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് പാട്ട് പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ള പാട്ടുകൾ നമുക്ക് ഇനിയും വേണ്ടേ? 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലെ നല്ല ഹിംസൊക്കെ നമ്മൾ പാടുന്നു. അതൊക്കെ എഴുതിയ നല്ല ഭക്തന്മാരായ മനുഷ്യരുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും 19-ാം നൂറ്റാണ്ടിലൊക്കെ എത്രയോ ഭക്തന്മാർ പാട്ടുപാടി എഴുതി, അതൊക്കെ നമ്മൾ പാടുന്നു. പക്ഷെ വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ? ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ എത്രയോ പേര് നല്ല കഴിവുള്ളവരുണ്ട്, ചെറുപ്പക്കാർ. നിങ്ങൾ ഇന്നാണ് ഡാമോൻ അവൻ്റെ ആൽബം ഇന്ന് റിലീസ് ചെയ്യുന്നു, അല്ലേ? ഇത് രാവിലത്തെ സർവീസ് 2 പെൺകുട്ടികൾ, നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികൾ 2 പേര്, അവർ 2 പേരും കൂടി ഒരു പാട്ട് കമ്പോസ് ചെയ്തത്. ഐ വാസ് ഷോക്ക്ഡ്. തേൻ്റെ സിസ്റ്റർ ഇരിക്കുന്നു, യു ആർ കമ്പോസ് എ ലോട്ട് ഓഫ് സോങ്സ്.
ഈ തലമുറയിൽ ആര് പാട്ടെഴുതും പ്രിയപ്പെട്ടവരെ? ഞാൻ ഐ എം ചാലഞ്ചിങ് യു. കർത്താവ് വരാൻ താമസിച്ച അടുത്ത തലമുറയിലുള്ളവർക്കും പാടാൻ, ഈ തലമുറയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ദൈവം ഹൃദയത്തിൽ തരുന്ന പാട്ടുകൾ നമുക്കത് പാടാമോ? അത് വേണ്ടി വന്നാൽ എഴുതി വയ്ക്കാമോ? അത് മറ്റുള്ളവരെ പഠിപ്പിക്കാമോ? അങ്ങനെ ഒരു പാടുന്ന തലമുറ, ദൈവത്തെ പാടി സ്തുതിക്കുന്നൊരു തലമുറ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ എന്താ ഇപ്പം പറഞ്ഞ് നിർത്തിയത്? ദർ ഇസ് എ പ്ലേസ് ഫോർ സിംഗിങ്, ദർ ഇസ് എ പ്ലേസ് ഫോർ സോങ്സ്. ഓക്കെ, നമ്മളെല്ലാവരും ചേർന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടി ദൈവത്തെ സ്തുതിക്കാമോ? നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് പാടി നമുക്കൊന്ന് സ്തുതിക്കാമോ? നമുക്ക് ദൈവത്തെ ഇപ്പം ഒന്ന് പാടി, നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കിപ്പം ദൈവം തന്നിട്ടുണ്ടല്ലോ അല്ലേ? പാടുന്നവരെല്ലാം ചേർന്ന്, എല്ലാവരും ചേർന്ന് നമുക്കൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, ഒന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പലപ്പോഴും ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് ആദ്യം പാടണം പ്രിയപ്പെട്ടവരെ. ഇനിയും ദൈവം എന്തെങ്കിലും നന്മ ചെയ്തിട്ട് ഞാൻ പാടാമെന്നല്ല പറയും. ഇതുവരെയും ദൈവം ചെയ്ത നന്മകൾക്ക് ഞാൻ ഇപ്പോഴേ പാട്ട് പാടണം പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ഞാൻ രാവിലത്തെ സർവീസിലും പറഞ്ഞു, ഇനിയുള്ള തലമുറ, ചെറുപ്പക്കാരായ നിങ്ങളാണ് ഇനി ആരാധകരായി മാറേണ്ടത്. നിങ്ങൾ ദൈവത്തെ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് പാടി സ്തുതിക്കുന്നവരായി തീർന്നാൽ that will make the difference. ഞങ്ങൾ പഴയ തലമുറ ഒരർത്ഥത്തിൽ ഞങ്ങൾ പാടി, ഇനി അടുത്ത തലമുറ പാടണം. ഞങ്ങൾക്ക് മുമ്പുള്ളൊരു തലമുറ അവർ നല്ല പാട്ടുകൾ എഴുതി. എൻ്റെ പിതാവൊക്കെ എത്രയോ നല്ല പാട്ടുകൾ എഴുതി അല്ലേ? അതൊക്കെ ഇന്ന് എത്രയോ പേര് പാടുന്നു. പക്ഷെ ഞാൻ പാട്ട് എഴുതിയില്ല, അതാ കഷ്ടം അല്ലേ? എൻ്റെ കാലം ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത തലമുറ അവർ പാട്ട് എഴുതും. പക്ഷേ അവർ മൂവി കമ്പോസേഴ്സ് എഴുതുന്ന പോലെ അല്ല. അവർ ശരിക്കും പറഞ്ഞാൽ they will from the heart, what is the melody which comes from the heart, they will start singing. എല്ലാവരും കർത്താവേ ഇങ്ങനെ എപ്പോഴും പാടുവാൻ. പഴയ ഭക്തർ എഴുതിയ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഷ്ടതയിലും പാടുവാൻ. അപ്പം അതിൻ്റെ അർത്ഥം കഷ്ടതയിലും ഒരു പാടി. ഇന്ന് നമ്മളോ? സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ എന്നൊരു മനോഹരമായൊരു പാട്ടുണ്ട്. അതെഴുതിയ ഭക്തനായ ദൈവമനുഷ്യൻ എൻ്റെ പിതാവിൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം തന്നിടും നിശ്ചയമേ. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് കർത്തൻ ജയം തരട്ടെ എന്നിട്ട് ഞാൻ സ്തോത്രഗീതം പാടാം. ജയം കിട്ടിയിട്ട് സ്തോത്രഗീതം പാടണ്ട. സ്തോത്രഗീതം പാട്, ജയം വരും. Victory will come. Don't wait for the victory to come so that then you can start praising him. കാര്യം എന്താ? താഴ്ചയിൽ ഓർത്തു, വീഴ്ച വരാതെ എന്നെ കാത്തു. അതുകൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താലെ എനിക്കൊരു വാഴ്ച അവൻ തന്നു. എന്നിട്ട് നിത്യവും നിരന്തരവും അവൻ തന്നോട് എന്നെ ചേർക്കുന്നു. ശത്രുവിൻ്റെ തല തകർത്തവനാണ്, ജയം തന്നവനാണ്, ശത്രു മുമ്പാകെ മേശ ഒരുക്കുന്നവനാണ് എൻ്റെ മിത്രനായ യേശു. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവും ഇതേ. അതൊരു വലിയ സത്യം കേട്ടോ. വലിയ കഷ്ടം, വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും. ഇനി മുന്നോട്ടുള്ള കാലം അത്ര എളുപ്പമല്ല. ഇനി പുറത്ത് മാത്രമല്ല, എന്താണ്, ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യും. ഇത് പഴയ മലയാളം പലർക്കും അർത്ഥം പോലും അറിയത്തില്ല. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും മന്നരിൻ മന്നവൻ നമ്മോടുകൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയാണ് ഏറ്റവും ഒടുവിൽ ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഹിലവും നീങ്ങുകയായി, യേശുമണാളൻ ചേർത്തിടും വേഗം. ഒരു കറ ചുളുക്കം വട്ടം മാലിന്യം ഒന്നുമില്ലാത്ത മണവാട്ടിയായി കർത്താവ് എന്നെ ചേർക്കും. ആ വിശ്വാസമുള്ള എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവർ? അങ്ങനെയുള്ളവരെല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കരങ്ങളടിച്ച് മുഴു ബലത്തോടുകൂടി തന്നെ നമുക്ക് ഈ അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ, നമുക്ക് വർഷത്തിൽ 10 മാസം നമുക്ക് ഒരുപക്ഷെ വീട്ടിലിരിക്കേണ്ടി വന്നായിരിക്കും പലരും. ഇന്നും പലർക്കും പുറത്തിറങ്ങാൻ കഴിയാതെ കൊണ്ടും പ്രായം കൊണ്ട് ഭവനത്തിലിരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് എല്ലാവരും ചേർന്ന് സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ എന്നുള്ള പഴയ പാട്ട് അറിയാവുന്നവരെല്ലാം ചേർന്ന് കരങ്ങളടിച്ച് പാടിക്കാട്ടെ. അറിയാത്തവരും കൂടെ ചേർന്ന്, പുതിയ തലമുറ ഈ പാട്ടൊക്കെ കൂടെ ചേർന്ന് പാടിക്കാട്ടെ. കരങ്ങളടിച്ച് പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും
താഴ്ചയിൽ എന്നെ ഓർത്തവന്, വീഴ്ചയിൽ നീയെ കാത്തവന്. താഴ്ചയിൽ എന്നെ ഓർത്തവന്, വീഴ്ചയിൽ നീയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവന്. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവന്. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവന്, മാത്രയിൽ ജയം തന്ന. എല്ലാവരും ചേർന്ന്. ശത്രുവിൻ തല തകർത്തവന്, മാത്രയിൽ ജയം തന്നവന്. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും. ഒന്നിലും പതറിയിട്, ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിടിലും ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിടിലും മന്നരിൻ മന്നവൻ നമ്മോടുകൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൻ മന്നവൻ. ആമേൻ. ഹല്ലേലൂയ. ജീവനിൽ നിന്നു കുടിക്കും.
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ഈ അവസാനത്തെ ഞായറാഴ്ച ഞങ്ങളുടെ സന്നിധിയിൽ വന്ന് അങ്ങേ പാടി സ്തുതിക്കുവാൻ കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം കരേറ്റുവാൻ, നന്ദി കരേറ്റുവാൻ ഞങ്ങൾക്ക് ഈ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത നന്മകൾ വളരെയാണപ്പാ. നീ നടത്തിയ വഴികളെ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് എത്ര എണ്ണിയാലും തീരുകയില്ല, അത്രയ്ക്ക് നീ ഞങ്ങളോട് കരുണ ചെയ്തിട്ടുണ്ട് കർത്താവെ. എല്ലാറ്റിനും ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ കരുത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. അങ്ങ് വരാൻ താമസിച്ച പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നുവെങ്കിൽ കർത്താവെ, എപ്പോഴും നിന്നെ സ്തുതിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന സത്യ നമസ്കാരികളാക്കി ഞങ്ങളെല്ലാവരെയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രയാഗം എപ്പോഴും അർപ്പിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങയുടെ ഉപകാരങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും മറന്നു പോവാതെ നിരന്തരം നിന്നെ സ്തുതിക്കുന്നവരാക്കി ഞങ്ങളെല്ലാവരെയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കിട്ടിയിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.